ദുരന്തങ്ങൾക്ക് മുമ്പിൽ മനുഷ്യൻ പകച്ചു നിൽക്കുന്ന നിമിഷങ്ങൾ, മറ്റെല്ലാം മറന്ന് അതിജീവനത്തിനു വേണ്ടി ഒറ്റക്കെട്ടായി പോരാടുന്ന മലയാളി. മനുഷ്യൻ്റെ നിസ്സഹായതയ്ക്ക് മുമ്പിൽ മലയാള ജനത ഒന്നിക്കുമെന്നതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ശിരൂർ മണ്ണിടിച്ചൽ. രാജ്യവും കേരളവും ദുരന്തമുഖത്ത് പകച്ചു നിന്നത് ഇത് ആദ്യമല്ല. അത്തരം സന്ദർഭങ്ങളിലൊക്കെ നിർഭയം ധീരമായി അതിനെ നേരിടാൻ ഒരു മലയാളി യുവത്വം ഒപ്പമുണ്ടായിരുന്നു. പേര് രഞ്ജിത്ത് ഇസ്രയേൽ. അതെ, രഞ്ജിത്ത് ഇസ്രയേൽ ഇന്നൊരു സൂപ്പർ ഹീറോയാണ്. മലയാളി പകച്ചു നിന്ന പെട്ടിമുടിയിലും കവളപ്പാറയിലും മലയാളിക്ക് ഉൾക്കരുത്ത് പകർന്ന് ജീവിതങ്ങൾ തിരിച്ചു പിടിക്കാൻ അവനുണ്ടായിരുന്നു. ദുരന്തങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഘോഷയാത്ര നടത്തിയ 2018-2019 കാലഘട്ടം മുതൽ ഉത്തരാഖണ്ഡിലെ ടണൽ ദുരന്തം വരെ മുന്നിൽ നിന്ന സിവിലിയനാണ് രഞ്ജിത്ത്. ദുരന്തമുഖങ്ങളിലെല്ലാം ജീവന്റെ തുടിപ്പുകൾ തേടിയെത്തുന്ന രഞ്ജിത്ത് ഇന്ന് ശിരൂരിലെ അർജുനു വേണ്ടിയുള്ള തിരച്ചിലിൻ്റെ ദൗത്യത്തിലാണ്. 5ലധികം ദേശീയ ദുരന്തങ്ങളിലെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയായ രഞ്ജിത്തിന് ആകെ കിട്ടുന്ന സമ്പാദ്യം സേവനത്തിനുള്ള പ്രശംസാപത്രം മാത്രമാണ്. തിരുവനന്തപുരം വിതുര ഗോകുൽ എസ്റ്റേറ്റിൽ ജോർജ് ജോസഫ്, ഐവ ജോർജ് ദമ്പതികളുടെ മകനാണ് 33-കാരനായ രഞ്ജിത്ത്. യാതൊരു പ്രതിഫലവും ഇച്ഛിക്കാതെ ദുരന്തഭൂമികളിലേക്ക് നിറഞ്ഞ മനസ്സോടുകൂടി ഇറങ്ങിപ്പുറപ്പെടുന്ന ഈ അസാധാരണ മനുഷ്യൻ മലയാളികൾക്ക് അഭിമാനം തന്നെ. സൈന്യത്തിൽ ചേരാനായിരുന്നു രഞ്ജിത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതിനായി ചെറുപ്പം മുതൽ പ്രയത്നിച്ചു. സ്കൂൾ കാലങ്ങളിലെല്ലാം കായിക ഇനങ്ങളിൽ പ്രതിഭ തെളിയിച്ചു. ബോഡി ബിൽഡിംഗ്, നീന്തൽ തുടങ്ങിയവയിൽ കരുത്തും തെളിയിച്ചു. 2005 മിസ്റ്റർ ട്രിവാൻഡ്രം പട്ടം കരസ്ഥമാക്കിയ രഞ്ജിത്ത് സേനയിലേക്കുള്ള സ്വപ്നവുമായി മുന്നേറി. എന്നാൽ 21-ാം വയസ്സിൽ തലച്ചോറിനെ ബാധിച്ച മാരകമായ അസുഖം ആ മോഹങ്ങൾക്ക് മേൽ കരുനിഴൽ വീഴ്ത്തി. അസുഖത്തിൽ നിന്ന് മുക്തി നേടിയപ്പോൾ നിർഭാഗ്യവശാൽ സേനയിൽ ചേരാനുള്ള പ്രായം അതിക്രമിച്ചിരുന്നു. എന്നാൽ അവിടെയും വിധിയെ തോൽപ്പിക്കാനായിരുന്നു രഞ്ജിത്തിൻ്റെ തീരുമാനം. പതറാതെ ഗോവ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ലൈഫ് സേവിംഗ് ടെക്നിക്സ്, ഫോറസ്റ്റ് സർവൈവിംഗ് ടെക്നിക്സ്, പർവ്വതാരോഹണം, പവർ ബോട്ട് ഓപ്പറേഷൻ എന്നിവയിലൊക്കെ പരിശീലനം നേടി. തുടർന്ന് സൗജന്യ സേവനവുമായി ദുരന്തമുഖങ്ങളിലേക്ക്. ദുരന്ത സ്ഥലങ്ങളിൽ പ്രതീക്ഷയുടെ നാളമാകുവാൻ രഞ്ജിത്ത് എന്ന പേര് തന്നെ ധാരാളമായി പിന്നീട് അങ്ങോട്ട്. ഇന്നാളുകളിൽ രാജ്യത്തിനായുള്ള സേവനത്തിന് ലഭിച്ച സർട്ടിഫിക്കറ്റുകൾ മാത്രമാണ് ആകെ സമ്പാദ്യമായുള്ളത്. നിരവധി വിദേശ രാജ്യങ്ങളിൽ നിന്ന് ജോലി അവസരം ലഭിച്ചിട്ടും അതെല്ലാം ഒഴിവാക്കിയ രഞ്ജിത്തിന് രാഷ്ട്ര സേവനമായിരുന്നു പ്രധാനം. സ്വജീവൻ പണയം വെച്ച് സഹജീവികൾക്ക് പ്രാധാന്യം കൽപ്പിക്കുന്ന രഞ്ജിത്തിന് മനുഷ്യത്വത്തിൻ്റെ ഉത്തമ ഉദാഹരണം എന്നല്ലാതെ മറ്റെന്തു പറയാൻ. ഈ നാടിനു വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് രഞ്ജിത്ത്. നാടിന് കാവലായി നിൽക്കേണ്ടവൻ. ഞാൻ കൂടെയുള്ളപ്പോൾ അവരുടെ മുഖത്തെ പ്രതീക്ഷ എനിക്ക് കാണാമെന്ന മിന്നൽ മുരളി സിനിമയിലെ ഡയലോഗ് കേട്ടിട്ടില്ലേ? അത് അക്ഷരാർത്ഥത്തിൽ അനർത്ഥമാക്കുകയാണ് മറ്റൊരു മിന്നൽ മുരളിയായി രഞ്ജിത്ത്. പ്രിയപ്പെട്ട രഞ്ജിത്ത്, നിങ്ങളുടെ അർപ്പണ മനോഭാവത്തിന് എത്ര കടുപ്പമേറിയ സാഹചര്യത്തിലും സഹജീവിക്കായി കൈമൈ മറന്ന് പോരാടുന്നതിന് ഒരു ബിഗ് സല്യൂട്ട്.